സ്വാഗതം ആശംസിക്കാനായി നമ്മുടെ ബോധാനന്ദ ആശ്രമത്തിലെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീമതി കുഞ്ഞലക്ഷ്മിജിയെ സാദരം ക്ഷണിക്കുന്നു. സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാമ്യഹം. ഹരി ഓം. സംപൂജ്യ സ്വാമി ബോധാനന്ദ സരസ്വതി സമ്പോധ് ഫൗണ്ടേഷൻ ആഗോള സാരഥിയും ബോധാനന്ദ സേവാ സൊസൈറ്റികളുടെ പരമാചാര്യനുമാണ്. മാർച്ച് 27 ബോധാനന്ദ ഗുരുദേവൻ്റെ ജയന്തി ദിനമാണ്. ജയന്തി ആഘോഷിക്കുന്നതിന് പകരം ഗുരുദേവൻ്റെ നിർദ്ദേശം അത് ലോകസേവാ ദിനമായി ആചരിക്കണമെന്നതാണ്. ആചാരത്തിനാണ് പ്രാധാന്യം. 2007 മുതൽ സാധകർ ഈ ഗുരുദേവ നിർദ്ദേശമനുസരിച്ച് അന്നേ ദിവസം പ്രത്യേകമായി ലോകസേവ പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ദിവസം മാത്രമല്ല, ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനം, അതായത് ലോകസേവ പ്രവർത്തനം വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ആതുര സേവന പ്രവർത്തനമാണ്. രോഗികൾക്കുള്ള സഹായം അവർക്ക് എപ്പോഴാവശ്യമുണ്ടോ അപ്പോഴാണല്ലോ നമ്മൾ നൽകേണ്ടത്. അതുപോലെ വിധവകൾക്ക്, മറ്റ് നിരാലംബരായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം ധനസഹായം മാസം തോറും ആശ്രമത്തിൽ നിന്ന് നൽകി വരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം, ധനസഹായം വർഷത്തിൽ 3 ഗഡുവായിട്ടാണ് നൽകാറുള്ളത്. ഇങ്ങനെ അർഹരായവർക്ക് സഹായം ചെയ്യാനായി പല ഉദാരമതികളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ലോകസേവാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആശ്രമ ആചാര്യൻ സംപൂജ്യ ഹരിഹരാനന്ദ സ്വാമിജിയാണ്. സ്വാമിജിക്ക് പ്രണാമം.
സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ശ്രീ സംഗീത് കുമാർ അവർകളാണ്. അദ്ദേഹം NSSൻ്റെ വൈസ് പ്രസിഡന്റ്, താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്, അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിലെല്ലാം വളരെ സമാരാധ്യനാണ് എന്ന് ഏവർക്കും അറിയാവുന്നതാണ്. മാത്രമോ സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തിയാണ് ശ്രീ സംഗീത് കുമാർ സാർ. അതിൽ മുഖ്യമായത് സാധുക്കളുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, സ്വന്തം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ആ സമുദായത്തിൽ ആതുര സേവനം നടത്തുന്നതിന് അതോടൊപ്പം തന്നെ മറ്റ് സമുദായങ്ങളെയും പരിഗണിച്ച് വിദ്യാഭ്യാസ സഹായം, ആതുര സേവനം ഇവ നൽകുന്നതിൽ അദ്ദേഹം വളരെ ഉത്സുകനാണ്. തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ പേരൂർക്കടയിൽ ശാരീരിക മാനസിക വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടി തികച്ചും സൗജന്യമായിട്ട് ഒരു സ്കൂൾ നടത്തി വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് വളരെ വിശിഷ്ട രീതിയിൽ ആതുര സേവനം നടത്തുന്ന ശ്രീ സംഗീത് കുമാർ സാറിനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ലഭിച്ചത് വളരെ സന്തോഷകരമാണ്. സാറിന് ആദരപൂർവ്വം സുസ്വാഗതം. ശിവകുമാർ സാറ് നമ്മുടെ കാന്തി വാർഡ് കൗൺസിലറാണ്. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചതാണ്, ഒരു ആശംസ പ്രഭാഷണം നടത്താം എന്നെല്ലാം സമ്മതിച്ചതാണ്. പക്ഷേ മേയറുടെ അധ്യക്ഷതയിൽ കോർപ്പറേഷൻ്റെ വാർഷിക ബഡ്ജറ്റ് ചർച്ച മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്ഷമ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉള്ളതായിട്ട് നമുക്ക് പരിഗണിക്കാം. ഇനി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ ധന്യാത്മാക്കൾക്കും പ്രത്യേകമായി ഈ ലോകസേവാ സഹായം സ്വീകരിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഈ ലോകസേവാ പ്രവർത്തനത്തിൻ്റെ കോർഡിനേറ്റർ ബോധാനന്ദ സേവാ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ലളിത രാജനാണ്. സഹായ സംരംഭങ്ങൾക്ക് താല്പര്യമുള്ളവർ ലളിതയെ സമീപിക്കണമെന്ന് അപേക്ഷയോടെ ഗുരുപാദങ്ങളിൽ പ്രണാമം. ഹരിയോ. നന്ദി ശ്രീ കുഞ്ഞലക്ഷ്മിജി. അടുത്തതായി അധ്യക്ഷ പ്രഭാഷണം നടത്തി അനുഗ്രഹിക്കാനായി പൂജ്യ ഹരിഹരാനന്ദജിയെ ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹരിഹരാനന്ദജി സഭി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രീ സംഗീത് കുമാർ ജിക്കും ജി സദസ്സിലിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട എൻ്റെ പ്രണാമം. ഇന്ന് ഗുരുദേവൻ്റെ ജയന്തിയാണ്. ഗുരുദേവ ജന്മദിനം അന്നേ ദിവസം തന്നെ ലോകസേവാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. അതിലെ ഗുരുദേവ ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ സാധകരാണല്ലോ. സാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ദാനം.
യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിനാം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു. ഈ മനഃശുദ്ധി വരണം ആദ്യമായിട്ട്. സാധനം വിജയിക്കണമെങ്കിൽ, ആത്മസാക്ഷാത്കാരം വേണമെങ്കിൽ, ആത്മതത്വത്തെ അറിയണമെങ്കിൽ ചിത്തത്തിന് വികാസം വരണം. അപ്പം അതിനുള്ള ഒരു ഉപായമാണ് യജ്ഞം, ദാനം, തപസ് എന്നുള്ളത്. അതൊരിക്കലും ഉപേക്ഷിക്കരുത്. പാവനാനി മനഃശുദ്ധികരമാണ്. തപോ യജ്ഞ ദാനാനി വിശുദ്ധബുദ്ധി എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. തപസ്സും യജ്ഞദാനം കൊണ്ടാണ് ചിത്തശുദ്ധി വരുന്നത്. കാരണം അവസാനത്തെ സാക്ഷാത്കാരത്തിൽ ഇവിടെ എല്ലാം ബ്രഹ്മമാണ്. അന്യന്മാരില്ല. ഇവിടെ അന്യന്മാരുണ്ടെന്ന് നമ്മൾ വേറെയാണെന്ന് തോന്നുന്നത് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവണം. മറ്റുള്ളവരുടെ സുഖമാണ് പരസുഖമേ സുഖകരിക്കു നിയതം പരദുഃഖം ദുഃഖം പരമാർത്ഥത്തിൽ പരനും ജ്ഞാനം ഭവാനും ഒന്നല്ലേ. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഇവിടെ ഈ ബോധാനന്ദാശ്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്മനസ്സുള്ളവർക്ക്, അതായത് അധ്യാത്മ സാധകരെ സംബന്ധിച്ചിടത്തോളം അവർ സന്മനസ്സോടുകൂടി ദാനം ചെയ്യുന്ന ആ സമ്പത്ത് അല്ലെങ്കിൽ ആ ദ്രവ്യം അത് അർഹിക്കുന്നവരുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്യമമാണ് ഇവിടെ നടക്കുന്നത്. അത് ഗുരുദേവൻ്റെ ജന്മദിനത്തിലാണ് അത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ വാർഷിക സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം സമാജത്തിന് അവകാശപ്പെട്ടതാണ്, ദുർബല വിഭാഗത്തിന്. കാരണം എന്തെങ്കിലും ക്ലേശങ്ങൾ അനുഭവിക്കുന്ന, ദാരിദ്ര്യമോ രോഗമോ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് ദാനം ചെയ്യുന്നത് അതിൽ പരം ഒരു പുണ്യം വേറെയില്ല. കാരണം നമ്മുടെ പാപങ്ങളെല്ലാം അതിൽ നശിക്കും. വാസ്തവത്തിൽ നമ്മുടെ ചിത്തം വിശാലമാവുകയാണ്. ഈ ലോകത്തെ തറവാടായിട്ട്, ലോകമേ തറവാട് തനിക്ക് ഈ ചെടികളും പുലുകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്നുള്ള കവിവാക്യം, അതാണ് സത്യം. അത് എത്തിയാലേ മാത്രമാണ് ആനന്ദമുള്ളത്. മറ്റത് മത്സരബുദ്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. വിവേകാനന്ദ സ്വാമികൾ പറയും, ഈ ലോകത്തിലെ സമ്പത്തിനൊരു കണക്കുണ്ട്. മൊത്തം ഇത്രയുടെ സമ്പത്ത് എന്നുള്ളത് അത് ഓരോരുത്തർ കൈവശമാക്കാനുള്ള ബന്ധപ്പാടാണ് അവിടെ. ഒരു ഫുട്ബോൾ മാച്ച് പോലെയാണ്. ഫുട്ബോൾ ഒരാൾ കാലിലാണ് അവിടെ എപ്പോഴും, മറ്റയാൾ തട്ടിയെടുക്കും, മറ്റയാൾ തട്ടിയെടുത്ത് അങ്ങനെ കൊണ്ടുപോകും എന്നപോലെ ഇത് കയ്യിലാക്കാനുള്ള വെപ്രാളമാണ് നമ്മൾ ഈ ലോകത്തിൽ കാണുന്നത്. അപ്പോൾ മറ്റുള്ള കർത്തവ്യങ്ങളൊക്കെ മറക്കും. നമ്മളെക്കാൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടാകും, ലാഭം കൂട്ടി വയ്ക്കണം എന്നുള്ള ചിന്ത വരും. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വന്നത് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ശാന്തമായിട്ട് ഈ ലോകത്തിൽ ഇതൊന്നും നമ്മുടേതല്ല. ഈ ലോകം നമ്മളുടെ ഈശാവാസ്യമിതം സർവം എത്തിഞ്ച ജഗത്യാം ജഗത്തേന തെക്കേന ചിന്ത സിദ്ധനാണ്. ഈ സമ്പത്ത് നമ്മുടെ ഒന്നല്ല, നമ്മുടെയാണ് തെറ്റിദ്ധരിച്ചിട്ട് കൈവശം വയ്ക്കുന്ന സാമർഥ്യമുള്ളവർ അതിസാമർഥ്യം കാണിച്ച് അപ്പോൾ അത് മറ്റുള്ളവർക്കുള്ള അവസരമാണ് കുറഞ്ഞു പോകുന്നത്. മറ്റുള്ളവർക്ക് കിട്ടുന്നത് കൂടി നമ്മൾ കൈയടക്കി വെച്ചാൽ അതിൽ പരം ഒരു മഹാഭാവമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ഈ നല്ല ധാർമ്മികമായിട്ട് ഇങ്ങനെ ചെലവാക്കണം. അത് അവർക്ക് അർഹിക്കുന്നവരുടെ കയ്യിൽ എത്തിക്കേണ്ടത് കർത്തവ്യം നമുക്കുണ്ട്. അതൊരു ഔദാര്യമല്ല, അത് കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കി കഴിയുന്നത്ര എല്ലാവരും ഇതിനോട് സഹകരിക്കണം. ഈ ഒരു ഉദ്യമത്തോട് എല്ലാവരും സഹകരിക്കണം എന്നാണ് കഴിവുള്ളവർ യഥാശക്തി ദാനം ചെയ്താൽ അത് നമ്മൾ തെരഞ്ഞുപിടിച്ച് അർഹിക്കുന്ന അവരുടെ കയ്യിലെത്തിക്കുക എന്നുള്ളതാണ് ആശ്രമത്തിൻ്റെ പ്രവർത്തന ശൈലി. അതുകൊണ്ട് അതിനെല്ലാവരെയും പ്രിയപ്രവനായ ഭഗവാൻ അവരെ എല്ലാവരുടെയും ബുദ്ധിയെ ഇതിൽ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രണാമം സ്വാമിജി. ഈ യോഗ സേവാ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനും നമ്മെ അഭിസംബോധന ചെയ്ത് രണ്ട് വാക്ക് സംസാരിക്കാനും NSS വൈസ് പ്രസിഡന്റ് സാധുജന സേവന വൃതമായി സ്വീകരിച്ചിരിക്കുന്ന ശ്രീ സംഗീത് കുമാർജിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സംഭൂജനായ ബോധാനന്ദ ആശ്രമത്തിലെ ആചാര്യൻ, വളരെ ബഹുമാനമുള്ള ഹരിഹരാനന്ദ സരസ്വതി സ്വാമികൾ, ഈ വാർഷിക സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച ബഹുമാനിയായ
ആശ്രമത്തിൻ്റെ സെക്രട്ടറി, ആശംസകൾ അറിയിക്കുന്ന കാലടി വാർഡിലെ കൗൺസിലർ ശ്രീ ശിവകുമാർ, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ബോധാനന്ദ സേവാ സൊസൈറ്റിയുടെ ഭരണസമിതി അംഗം ശ്രീ രഞ്ജിത്ത്, മറ്റ് ബഹുമാനരായ ബോധാനന്ദ ആശ്രമത്തിൻ്റെ ഭാരവാഹികളെ, ഇന്നിവിടെ വന്നെത്തിയിട്ടുള്ള ഭക്തജനങ്ങളെ, മുതിർന്ന അംഗങ്ങളെ, സമീപ പ്രദേശത്തെ എത്തിയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കാലടി ബോധാനന്ദ സരസ്വതി ആശ്രമത്തിൻ്റെ സ്വാമികളുടെ ജയന്തി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോക സേവാ വാർഷിക സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. സ്വാമികളുടെ ജന്മദിനത്തിനെല്ലാം തന്നെ ജയന്തി ആഘോഷങ്ങൾ സ്വാമികളുടെ ഒരു താല്പര്യമാണ്. മറ്റാഘോഷ പരിപാടികളൊന്നുമില്ലാതെ സാധുജനങ്ങൾക്ക് എന്തെങ്കിലുമെല്ലാം സഹായം നൽകിക്കൊണ്ട് ആ ദിവസം ധന്യമായി മാറ്റണമെന്ന് വളരെ വലിയ സ്വാമികൾക്കും വളരെ ശ്രേഷ്ഠം എല്ലാ രീതിയിലും ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ആ രീതിയിലെല്ലാം തന്നെ ചിന്തിക്കാൻ കഴിയൂ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നമ്മുടെ ഓരോ ജീവിതത്തിലെ ഓരോ മുഹൂർത്തവും എങ്ങനെ ആഘോഷിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയാണുള്ളത്. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം തികഞ്ഞും കിട്ടിയിട്ടുള്ള വലിയ വലിയ സ്വാമികൾക്ക് മാത്രമേ അവരവരുടെ ഓരോ പ്രധാനപ്പെട്ട ദിവസവും മറ്റുള്ളവർക്ക് സേവ നടത്തിക്കൊണ്ട്, മറ്റുള്ളവർക്ക് സഹായം നൽകിക്കൊണ്ട് ആ ദിവസങ്ങളെല്ലാം ധന്യമാക്കി മാറ്റാൻ കഴിയും. നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെയുള്ള ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ഇവരെല്ലാം ആ ഗണത്തിൽപ്പെടുന്ന സ്വാമിമാരാണ്. നമുക്ക് സാധാരണ ആൾക്കാർക്ക് നമുക്ക് എത്ര വിചാരിച്ചാലും അങ്ങനെയൊന്നും കഴിയുന്ന ഒരു കാര്യമല്ല. പിന്നെ ഈ ആശ്രമവും സ്വാമികളുടെ ജയന്തി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ഈ പ്രദേശത്തുള്ള സാധാരണ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമെല്ലാം പല രീതിയിലുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് ഈ ദിവസം ധന്യമാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന, നമ്മൾ ഈ രീതിയിലെല്ലാം ജീവിക്കുന്ന എന്നെ പോലെയുള്ളവരെല്ലാം വളരെ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ചുറ്റുമുള്ള ഭൂരിഭാഗം ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ കുറച്ച് പേര് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു രീതിയിൽ, ഒരു ചെറിയ രീതിയിലെല്ലാം നമ്മൾ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. ഈശ്വരൻ കുറച്ച് പേർക്ക് എല്ലാം കുറേ അധികം ഭാഗ്യങ്ങളും, എല്ലാ ഭാഗ്യമെന്ന് പറയാൻ പാടില്ല, കുറേ ഭാഗ്യങ്ങളും കുറേ സമ്പത്തും എല്ലാം തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാം നമ്മുടേതാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. ഒരു ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം നമുക്ക് നല്ലത് ചെയ്യാൻ ഒക്കുമോ, അന്യരെ ഏത് രീതിയിൽ സഹായിക്കാൻ ഒക്കുമോ. എല്ലാവർക്കും ഇപ്പം സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ ഒക്കില്ലെങ്കിൽ മറ്റ് നമ്മുടെ സേവനം കൊണ്ട്, നമ്മുടെ സ്നേഹം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് എല്ലാം തന്നെ ബാക്കിയുള്ളവരെ പല രീതിയിൽ നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയും. അതായിരിക്കണം നമ്മുടെ ഒരു ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം തന്നെ. ഇന്നിവിടെ നടക്കുന്ന വലിയ ഒരു കാര്യമാണ്. ഒട്ടനവധി ആൾക്കാർക്ക് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവരുടെ നിത്യം ഭക്ഷണത്തിന് വേണ്ടിയുള്ള കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ആരോഗ്യ മേഖല വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പല രീതിയിലുള്ള അസുഖങ്ങൾ, ദുരിതം അനുഭവിക്കുന്നവരാണ്. അസുഖങ്ങൾ പിടിപെട്ടാൽ ഇന്ന് ഭീമമായ ചെലവാണ്. വളരെ വിചിത്രമായിട്ടുള്ള അസുഖങ്ങളാണ്. ഓരോ വീടുകളിൽ പോകുമ്പോഴാണ് നമുക്ക് അവരുടെ എല്ലാം ദുരിതം അനുഭവിക്കുന്നതോ ഓരോ കഥകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. അവർക്ക് ചികിത്സയ്ക്കുള്ള ഭീമമായ ചെലവുമാണ്. മരുന്നിനും മറ്റു കാര്യങ്ങൾക്കുള്ള ചെലവും വളരെ വലുതാണ്. ഇന്ന് ഭക്ഷണത്തിനെക്കാട്ടി ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഇന്നത്തെ ആരോഗ്യ മേഖല. അപ്പോൾ അവിടെയും ഈ ആശ്രമത്തിന് അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന കുറേ ആൾക്കാർക്ക് സഹായം നൽകാൻ മറ്റുള്ള പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾ,
നമ്മുടെ വരും തലമുറ, നമ്മുടെ ഇളം തലമുറ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ്, നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവർക്കും ഇന്ന് വിദ്യാഭ്യാസവും വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. സമ്പന്നരായിട്ടുള്ളവർക്ക് അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പോലും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങൾക്ക് ഇന്ന് ഭാരിച്ച ചെലവാണ്. നല്ല സ്കൂളുകളിലും കോളേജുകളിലും നല്ല കോഴ്സുകൾക്കും എല്ലാം പോയി പഠിക്കണമെങ്കിൽ വളരെ ഭീമമായ ചെലവുള്ളൊരു കാര്യമാണ്. സർക്കാർ തലത്തിൽ ഒരുപാട് സഹായങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഇതുപോലെയുള്ള സംഘടനകൾ, പ്രത്യേകിച്ച് ആശ്രമങ്ങളും നമ്മുടെ ക്ഷേത്രങ്ങളും എല്ലാം നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ തന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ വഴി നമ്മുടെ കുട്ടികളെ സഹായിക്കുക എന്നുള്ള വലിയ മഹത്തായ ഒരു കാര്യമാണ്. കുട്ടികൾക്ക് വിവിധ മേഖലകൾ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഇന്നിവിടെ സഹായം വിതരണം ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മളെ ഇതുപോലെയുള്ള സംഘടനകൾക്ക് ചെയ്യാൻ ഇന്ന് നമ്മുടെ ഏറ്റവും പുതിയ വെല്ലുവിളി ഇന്ന് സമൂഹം നേരിടുന്നത് നമ്മുടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ്. അതാണ് ഏറ്റവും പുതിയ വെല്ലുവിളി. ഇത്രയും നാൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും ദാരിദ്ര്യവും എല്ലാം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഏറ്റവും ഒരു പുതിയ ശരിക്കും ഒരു വെല്ലുവിളിയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടികളെ വെളിയിൽ അയക്കാൻ പോലും ഭയം തോന്നുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഇടയിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിലും തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ബോധവൽക്കരണം, അതിനെതിരെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ ഇങ്ങനെയുള്ള ആശ്രമങ്ങൾക്കും ദേവാലയങ്ങൾക്കും എല്ലാം സംഘടിപ്പിക്കാവുന്നതാണ്. അതിനും കൂടെ ഈ ഭഗവാനന്ദ സരസ്വതികളുടെ ആശ്രമം ഇതിനും കൂടെ ശ്രദ്ധ ചെലുത്തണമെന്നും ഞാൻ വളരെ വിനീതമായിട്ട് എൻ്റെ ഭാരവാഹികളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ആശ്രമം ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കെല്ലാം അതെല്ലാം വളരെ ദിവ്യന്മാരാരംഭിച്ച ആശ്രമമാണല്ലോ, അവരുടെ ഒരാശയമാണ്. അവർക്ക് മാത്രമേ അങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ, അങ്ങനെയെല്ലാം ചിന്തിക്കാൻ കഴിയുള്ളൂ. അത് നമ്മൾ നടപ്പാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ആശ്രമ ഭാരവാഹികൾ ആ ഒരു പ്രയാണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഇതെല്ലാം തുറന്നു കൊണ്ടുപോകുന്നുണ്ട്. അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നിവിടെ ഇതിന് വേണ്ട സഹായം നൽകുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാരാണ്. അവരും വളരെ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. നമുക്ക് സാമ്പത്തികമുണ്ടെങ്കിലല്ലേ ഇങ്ങനെയുള്ള സഹായ പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിയും. അതിന് ഇപ്പോഴും വരും. നമുക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും സമ്പത്ത് ഏതെങ്കിലും എല്ലാ മേഖലകളിൽ നിന്നും അത് വന്നെത്തും. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, എൻ്റെ സംഘടനയുടെ അനുഭവം അത് തന്നെയാണ്. നമ്മൾ നല്ല വളരെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴും ഏതെങ്കിലും എല്ലാം മേഖലകളിൽ നിന്നും ആരെങ്കിലും എല്ലാം മുന്നോട്ട് വന്ന് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യും, കൈനീട്ടി സഹായിക്കും. അത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതുണ്ടാവും. ഈ പ്രസ്ഥാനത്തിനും ഈ ആശ്രമത്തിനും സഹായം നൽകി വരുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അവരെ എല്ലാവരെയും അവരോടുമെല്ലാം ഞാൻ എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവരോടുമെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ആശ്രമം ഇനി വരുന്ന ആളുകളിലും ഈ പ്രദേശത്തും നമ്മുടെ ഈ നാടിനും നാട്ടുകാർക്കും എല്ലാം ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം സംരക്ഷിക്കാനും അതുവേണ്ട ബോധവൽക്കരണം നൽകാനും ആൾക്കാരെ അവരുടെ വിശ്വാസികളായിട്ട് വിശ്വാസ സമൂഹത്തിന് കൂടുതൽ ശക്തി പകരാനും ആശ്രമത്തിന് കഴിയട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ എല്ലാ അനുഭവത്തോടു കൂടി ഇന്നത്തെ ഈ സേവാ വാർഷിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജ്ഞാനപ്രദമായ അങ്ങയുടെ പ്രഭാഷണത്തിന് നന്ദി സാർ. അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു ചെറിയ ഉപഹാരം ഹരിഹരാനന്ദജിയിൽ നിന്നും സ്വീകരിക്കാൻ സെനിൽകുമാർജിയെ ക്ഷണിക്കുന്നു. അടുത്ത ചടങ്ങ് സഹായ വിതരണമാണ്. ധനസഹായത്തോടൊപ്പം കിറ്റും സ്വീകരിക്കാനായിട്ട് 2 കാർഡുകൾ കൈവശമുള്ളവരുണ്ട്, മഞ്ഞയും വെള്ളയും കാർഡ്. അവരെ ഓരോരുത്തരായി വേദിയിലേക്ക് വന്നിട്ട്
ധനസഹായം നമ്മുടെ സംഗീത് കുമാർജിയിൽ നിന്നും സ്വീകരിക്കുക. അത് വാങ്ങിയിട്ട് കിറ്റും വാങ്ങിയിട്ട് തിരിച്ച് അവരവരുടെ സ്ഥാനത്തിരിക്കുക. ആരും സ്ഥലം സദസ്സ് വിട്ടു പോകരുത് ദയവായി. മഞ്ഞയും വെള്ളയും കാർഡ് കൈവശമുള്ളവർ ഓരോരുത്തരായി വരിക. മഞ്ഞയും വെള്ളയും 2 കാർഡും കൈവശമുള്ളവർ ഇനിയുണ്ടെങ്കിൽ ഒന്ന് സ്വീകരിക്കുക. സാർ അടുത്തത് നമുക്ക് ചികിത്സാ സഹായത്തിന് അർഹരായ 2 ആളുകളുണ്ട്. ഒന്ന് ശ്രീ മോഹൻജിയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് വരാൻ വിദ്യാഭ്യാസ സഹായം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് അവർ തന്നെ അവരുടെ പേരുകൾ വിളിക്കാം. അവർ മുമ്പോട്ട് വന്ന് അർഹരായവർക്ക് അവർ തന്നെ നേരിട്ട് സഹായം വിതരണം ചെയ്യേണ്ടതാണ്. ഞാൻ പേര് വിളിച്ചതിന് ശേഷം എല്ലാവരും എത്തുക. പ്രൊഫസർ രാധാമണി 5 കുട്ടികൾക്കാണ് സഹായധനം. ഡോക്ടർ വിവേക് 5 കുട്ടികൾക്ക്, അർജുൻ പി നായർ 2 പേർക്ക്, കൽപ്പന ഗോപൻ 2 പേർക്ക്, MP കുഞ്ഞലക്ഷ്മി ജി 3 കുട്ടികൾക്ക്, പൂർണിമ ജി 3 പേർക്ക്, സംഗീത മേനോൻ ജി 2 പേർക്ക്, ശാരദ മേനോൻ ജി ഒരാൾക്ക്, അരുന്ധതി ദേവി ജി ഒരാൾക്ക്, കമലാജി, ഡോക്ടർ സമിത, ഡോക്ടർ പൂജ, നിതേഷ്, രമ്യ, സിദ്ധാർത്ഥ്, ലക്ഷ്മി ജി, രാധാമണി ജി, സ്മിത ഗോപാൽ ജി, കുസുമം ജി, ഗീത നായർ ജി. ഇത്രയും പേരാണ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഓരോരുത്തരായിട്ട് ഈ അർഹരായ കുട്ടികളുടെ പേര് വിളിക്കാം. അവർ ഓരോരുത്തരായി വന്ന് ഈ നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സംരക്ഷകരിൽ നിന്നും ഇത് സമ്മാനം ധനസഹായം വാങ്ങേണ്ടതാണ്. ഒന്നാമത്തെ ആള്
ഹൃദിക, രണ്ടാമത് ഹൃദിക്, ഹൃദിക്. ദിയ എസ്, ആർച്ച ബി, ആര്യ ബി, ആദിത്യൻ ജെ എം, ആദിത്യ എം, ശിവകീർത്തന എ വി, ശിവതീർത്ഥ എ വി, രാഗേന്ദു ആർ എസ്, അശ്വതി, രൂപിക ആർ എസ്, രൂപക് ആർ എസ്, ഐശ്വര്യ, ആകാശ് എ എസ്, അനന്യ, രാംകുമാർ ജി എം, ഗോമതി വിജയൻ, അടുത്തതായിട്ട് മഹേശ്വരി എസ് അരുൺ, വൈഘ എസ് അരുൺ, അദ്യ എസ് രാജൻ, കാർത്തിക ബിനുലാൽ, കൃത്തിക ബിനുലാൽ, അഭിജിത്ത് എ എസ്, അഭിനന്ദ് എ എസ്, അനുശ്രീ അനിൽകുമാർ ജെ. ഇത്രയും പേർക്കാണ് സഹായം ഉള്ളത്. ഇനി അടുത്തതായിട്ട് മഞ്ഞ കാർഡ് കൈവശമുള്ളവർ ഓരോരുത്തരായി വന്ന് കിറ്റ് വാങ്ങിയിട്ട് പോകണം. ഓരോരുത്തരായിട്ട് വരിക. മഞ്ഞ കാർഡ് കൈവശമുള്ളവർ ഓരോരുത്തരായിട്ട് പോകണം. സഹായം സ്വീകരിച്ചവർ തിരിച്ച് വാങ്ങിയിട്ട് അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കുക. നമ്മുടെ യോഗ അവസാനിച്ചതിന് ശേഷം നമുക്ക് ഒരു പോകാവുന്നതാണ്.
കാർഡ് ഉള്ളവരും കിറ്റ് കിട്ടാത്തവരാരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ, മഞ്ഞ കാർഡ് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആരുമില്ലെങ്കിൽ നമുക്ക് അടുത്ത വരാൻ പറ്റാത്തവർക്ക് അത് ഏതെങ്കിലും വിധത്തിൽ നമ്മൾ എത്തിക്കുകയോ അവർ അത് കഴിഞ്ഞിട്ട് വരികയോ ചെയ്താൽ നമ്മളതിനുള്ള സൗകര്യം ഒരുക്കുന്നതായിരിക്കും. നമുക്ക് ഈ യോഗത്തിൽ പങ്കെടുത്തവർക്കും എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ശ്രീ രഞ്ജിത്തിനെ സാദരം ക്ഷണിക്കുക. നമസ്കാരം. നമ്മളെല്ലാം പ്രിയപ്പെട്ട ഗുരുദേവൻ്റെ ജന്മദിന സമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ നടക്കുന്നത്. ഈ ജന്മദിനാഘോഷം ഇന്ന് രാവിലെ മുതലേ തുടങ്ങി. പ്രത്യേക പൂജകളും ഗുരുവാദ പൂജയുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് സമൂഹ സദ്യ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അവസാന ഭാഗമായ സാംസ്കാരിക സമ്മേളനം, ലോകസേവ വാർഷിക സമ്മേളനം, അതിൻ്റെ അവസാന ഭാഗം കൃതജ്ഞത അറിയിക്കാനാണ്. ഇന്ന് ബോധാനന്ദ ആശ്രമത്തിലെ എല്ലാ സാധകരുടെയും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച സംഭവിച്ച ഹരിഹരാനന്ദ സ്വാമിജിക്ക് പ്രണാമങ്ങൾ. സേവന രംഗത്ത് വിശിഷ്ട വ്യക്തിയായ ബഹുമാന്യപ്പെട്ട ശ്രീ സംഗീത് കുമാർ സാറിനെ ഉദ്ഘാടനത്തിന് ലഭിച്ചത് നമ്മുടെ എല്ലാം ഭാഗ്യമാണ്. ഈ സംഗീത് കുമാർ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ലോകസേവാ ദിനത്തിൽ സഹായം സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കാനെത്തിയ എല്ലാ ആളുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ബോധാനന്ദ സേവാ സൊസൈറ്റിയുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ ലോകസേവാ പ്രവർത്തനത്തിൻ്റെ കോർഡിനേറ്ററായ ലളിതാജിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ബോധാനന്ദ സേവാ സൊസൈറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.